ഹലോ, ഇറ്റലി വ്ലോഗിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോമിൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. നമ്മൾ വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കാണാൻ പോവാം. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. നമ്മൾ ലഞ്ചിന് കഴിച്ചത് കാർബനാരയും അമാട്രിച്ചാനയും കേട്ടോ. രണ്ടും റോമിൻ്റെ ഒരു ഫേമസ് പാസ്ത ഡിഷസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മ്യൂസിയം കാണാനുള്ള സ്ലോട്ട് 5:30-ക്കാണ്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത്, അതുകൊണ്ട് നമ്മളൊരു ചായ കുടിക്കാമെന്ന് വെച്ചു. മൊറിറ്റോസ് ട്രൈ ആക്കാം. ഈ ഒരു സ്നാക്ക് ക്രീം ബണ്ണ് പോലെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നമ്മൾ വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി. നമ്മുടെ സ്ലോട്ട് 5:30-ക്കാണ്. നമ്മൾ സമയം 5:26. നല്ല ക്യൂ ആണ് കേട്ടോ. നമുക്ക് ഇതാണ് ഗാലറി ഓഫ് മാപ്പ്. നല്ല ഭംഗിയിരിക്കും. നമ്മൾ സെൻറ്റ് പീറ്റർ ബസിലിക്കാണ് കേട്ടോ പോകുന്നത്. ബസിലിക്ക ഇപ്പോൾ അടച്ചു, പക്ഷെ നമ്മൾ ആ സ്ക്വയറൊക്കെ കണ്ടിട്ട് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. ഇനി നാളെ രാവിലെ ഒന്നുകൂടെ വരേണ്ടി വരുമായിരിക്കും. അങ്ങനെ വത്തിക്കാൻ മ്യൂസിയവും ബസിലിക്ക സ്ക്വയറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് ഡിന്നർ ടൈം ആയിരുന്നു കേട്ടോ. സപ്ലി കഴിക്കാൻ പോണേ. റോമിൻ്റെ ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡാണ്. ആ കട അടയ്ക്കുമെന്നറിയില്ല. 9:30 വരെയുള്ളൂ. ഇപ്പോൾ സമയം 8:45. അങ്ങനെ നമ്മൾ സപ്ലി കഴിക്കാനായിട്ട് സപ്ലിസോ എന്ന് പറയുന്ന കടയിലെത്തി കേട്ടോ. ഞങ്ങൾ ട്രൈ ചെയ്തത് 2 ഫ്ലേവറാണ്. ഒന്ന് അവരുടെ ക്ലാസിക്കും, രണ്ടാമത്തത് കാഷ്യോ ഇപ്പെപ്പ എന്ന് പറഞ്ഞിട്ട്. ഈ സപ്ലി എന്ന് പറയുന്നത് ബേസിക്കലി റൈസ് ക്രോക്കറ്റ്സ്, അതിൻ്റെ ഉള്ളിൽ ചീസാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞങ്ങൾ തിറാമസോ ആണ് കേട്ടോ ട്രൈ ആക്കാൻ പോയത്. ഇത് ക്ലാസിക്. അങ്ങനെ തിറാമസോ ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കാണാൻ പോയത് പാന്തിയോൺ ആണ്. അങ്ങനെ പാന്തിയോണൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് റോമിലെ ഫേമസ് ആയിട്ടുള്ള ട്രെവി ഫൗണ്ടെയിൻ കാണാനാണ് കേട്ടോ. നടന്ന് ഫൈനലി ട്രെവി എത്തിയിട്ട് ഇപ്പോൾ സമയം 10 മണി. പക്ഷെ ഇവിടെ നല്ല തിരക്കാണ്. ഈ ഒരു ഫൗണ്ടെയിൻ നേരിട്ടാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുമായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഡേ തുടങ്ങിയേക്കുവാണ്. ഇന്ന് നമ്മൾ കൊളോസിയാണ് ഫസ്റ്റ് പോകുന്നത്. അതിന് മുന്നേ ജസ്റ്റ് ഒന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. റോമെന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഈ കൊളോസിയം കേട്ടോ. നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ കാണിച്ച് കൊളോസിയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ലെവൽ 1 കണ്ടു. നമുക്ക് ലിമിറ്റഡ് ആക്സസേ ഉള്ളൂ, കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് ടിക്കറ്റ് എടുത്തത്. പിന്നെ നമ്മളിപ്പോൾ ലെവൽ 2ലേക്ക് പോവാണ്. നമ്മൾ ഈ പിക്ചേഴ്സിലും സിനിമകളിലൊക്കെ കാണുന്ന ഈ കൊളോസിയം ഉണ്ടല്ലോ, നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ കൊളോസിയത്തിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു. ഇനി നമ്മൾ പാലന്റീനോ ഹിൽസാണ് കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു പോസ്റ്റ് കാർഡൊക്കെ മേടിച്ചു. നല്ല ക്യൂട്ടല്ലേ കാണാൻ. ഈ പാലന്റീനോ ഹിൽസ് വിസിറ്റ് ചെയ്യാനായിട്ട് കൊളോസിയം ടിക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇത്. എന്നൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ നിന്നാൽ കൊളോസിയത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. കാണിച്ചു തരാം. നടന്ന് കാണാനുണ്ട് കേട്ടോ. നമ്മൾ നടന്നൊരു പരിവായി. അതാണ് നമ്മളെപ്പോഴും കേൾക്കാറില്ലേ, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അത് കറക്റ്റാണ്. നമുക്കിനി ബസിലേക്ക് പോകണം. എന്നാലും നമുക്ക് ബസിലേക്ക് കാണാൻ പറ്റില്ല. മ്യൂസിയം കണ്ട് തുടങ്ങിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി പോയായിരുന്നു.
ഇതാണ് ഓൾട്ടർ ഓഫ് ദി ഫാദർലാൻഡ്. നമ്മൾ ബസിലിക്കയിലേക്ക് പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് തന്നെ പോയി. അതാണ് സ്പാനിഷ് സ്റ്റെപ്സ്. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ സ്റ്റെപ്പ്. ലസാനിയ ബൊളോനീസ് എങ്ങനെയുണ്ട്? എമ്മയാണോ? നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ആക്കാം. അങ്ങനെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബസിലേക്ക് കാണാൻ പോയി. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട് കേട്ടോ ഇവിടെ കയറാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കയറിയേക്കാണ്. ബസിലിക്കയുടെ ഉള്ളിൽ ഞങ്ങൾ കയറി അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് അങ്ങ് ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ ഇതാ ഒരു മലയാളം കുർബാന. ഇത് നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു ജെലാറ്റോ ഉണ്ട് കഴിക്കാൻ പോയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രീം പിസ്താഷ്യോ. പിന്നെ ഞങ്ങൾ പോയത് ട്രാസ്റ്റെവേരെ എന്ന് പറയുന്ന സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൽ കുറേ റെസ്റ്റോറൻറ്റും ബാറുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊരു ഹാപ്പനിങ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സ്പെഷ്യൽ ഫ്ലവറാണ്. ഇത് ലെമൺ ചെല്ലോ, ഇത് ആപ്രോൾ സ്പിരിറ്റ്സ്. ഇതാണ് നല്ലത്. ഇതിൽ വന്നിട്ട് ആദ്യത്തെ പിസ്സ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ബുറാക്ക ചീസ് ഇല്ലേ, അത് കൊള്ളാം. അങ്ങനെ റൂമിനോട് ഞങ്ങൾ അന്ന് തൽക്കാലം വിട പറഞ്ഞു. ഇനി അടുത്ത വിശേഷം അടുത്ത വ്ലോഗിൽ കാണാം.